ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്തവരാരാ ഉള്ളത്? ഈ പ്രസംഗം പറയാൻ നിൽക്കുമ്പം എനിക്ക് പോലും ആദ്യം വരാവുന്ന അപകടം എന്താ? ടെൻഷൻ. നമ്മൾ എന്ത് ഗൗരവമായിട്ട് ചെയ്യാൻ പോകുമ്പോഴും ടെൻഷൻ. ഇനി നമ്മൾ വിചാരിക്കാത്ത നേരത്തൊക്കെ ഈ ടെൻഷൻ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്? ശ്രദ്ധേയമായ ഈ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്, ടെൻഷൻ പിടിക്കരുത്. എന്ത് ഭക്ഷിക്കും എന്ന് നിങ്ങളുടെ ജീവനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കരുത്. എന്ത് ധരിക്കും എന്നോർത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്, ടെൻഷൻ പിടിക്കരുത്. എന്നിട്ട് അതിൻ്റെ കാരണം പറയുന്നതാണ്, അഥവാ ഇതെങ്ങനെ മാറ്റാമെന്ന് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ലോജിക്ക് വളരെ ലളിതമായ ലോജിക്കാണ്, കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാവുന്ന ലോജിക്ക്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്ന ഇതാണ്, അതായത് ജീവൻ ഭക്ഷണത്തേക്കാൾ വലുതല്ലേ, ശരീരം വസ്ത്രത്തേക്കാൾ വലുതല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ വലിയ കാര്യം നിൻ്റെ കയ്യിലിരിക്കുന്നു. ഉദാഹരണത്തിന് എനിക്കൊരു ആനയുണ്ടെന്ന് വിചാരിക്കുക. സാക്ഷാൽ ആന, കുഴിയാനയല്ല. ആനയെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്നു. ഞാൻ രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ എനിക്ക് തോട്ടിയില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ പിടിക്കരുത്. അങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഇല്ലാത്തത് ഓർത്ത് ടെൻഷൻ ചെയ്യരുത്. പിന്നെ എന്താ ചെയ്യണമെന്നാണ് ക്രിസ്തു പറയുന്നത് ആനയുണ്ടല്ലോ എന്നോർത്ത് ബി താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ. അതായത് ജീവൻ നിൻ്റെ ഭക്ഷണത്തേക്കാൾ വലുതാണ്, അതുകൊണ്ട് വലുതായ സമ്മാനം നിൻ്റെ കയ്യിലിരിക്കുന്നു. അതിലേക്ക് നിൻ്റെ ശ്രദ്ധ തിരിക്കുക. ഫോക്കസ് ഓൺ ദ ഗ്രേറ്റർ ഗിഫ്റ്റ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്. കിട്ടിയിരിക്കുന്ന വലിയ നന്മകളിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ തിരിക്കുക. അങ്ങനെ തിരിച്ചാലോ അതോടെ പകുതി ടെൻഷൻസ് കുറയും. അയ്യോ, ആനയുണ്ടല്ലോ, വലിയ സന്തോഷമാണ്, ഈ നാട്ടിൽ ആർക്കും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ടെൻഷൻസ് ഉണ്ടാകുന്നതിന് നമ്മുടെ തന്നെ ബുദ്ധിയുടെ പ്രശ്നമാണ്. അതായത് ബുദ്ധിയുടെ രണ്ട് കഴിവുകളാണ്. ഒന്ന് ഓർമ്മ, മറ്റത് ഭാവന. ഒന്ന് മെമ്മറി, മറ്റത് ഇമാജിനേഷൻ. എന്തോർത്താണ് നമുക്ക് ടെൻഷൻ വരുന്ന? സാധാരണ അയ്യോ, കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം എനിക്കുണ്ടായ ഒരു അപകടം, അല്ലെ എനിക്കെതിരായിട്ട് ഒരുത്തൻ ചെയ്ത ഒരു പാരവെപ്പ്, അത് ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. പിന്നെയുള്ള സാധ്യത എന്നാ? ഭാവനയാണ്. അയ്യോ, നാളെ എന്നാ സംഭവിക്കാൻ പോകുന്നത്, അതോർത്ത് ഉത്കണ്ഠപ്പെടുകയാണ്. ഈ രണ്ട് ബുദ്ധിയുടെ കഴിവുകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത്. ഇതിനെ ഒന്ന് ക്രമീകരിക്കാനുള്ള ആദ്യത്തെ വഴിയാണ് ക്രിസ്തു പറയുന്നത്, കയ്യിൽ കിട്ടിയിരിക്കുന്ന, നിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന വലിയ നന്മകളുണ്ട്. ആ നന്മകളിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ് തിരിച്ചു പിടിക്കുക. ലളിതമായിട്ട് ഒരു കാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. രാവിലെ കണ്ണ് തുറക്കുക എന്ന് വിചാരിക്കുക. കണ്ണ് തുറക്കുമ്പോഴേ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ തലേ രാത്രിയിൽ കിടന്നുറങ്ങിയവരിൽ ഉറപ്പായിട്ടും ലക്ഷക്കണക്കിന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടില്ല, തട്ടിപ്പോയി. ഞാൻ കണ്ണ് തുറക്കുമ്പോഴേ ജീവനുണ്ടല്ലോ, ബി ഗ്രേറ്റ്ഫുൾ, ഒരു ദിവസം കൂടെ കിട്ടിയിരിക്കണു, ഓർക്കാൻ മേലേ? പോരാ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്ന നന്മ, അതിനെയും ഓർക്കാൻ മേലേ? ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ആയാൽ ജീവിതത്തിൽ കൂടുതൽ നന്മ, ജീവിതം കൂടുതൽ പ്രസാദാത്മകമായി മാറുകയല്ലേ അന്നത്തെ ദിവസം തന്നെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അത് ക്രിസ്തു പറഞ്ഞു തരുന്ന, ഒന്ന് കിട്ടിയിരിക്കുന്ന വലിയ നന്മകൾ. രണ്ടാമത് അവൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന് പിതാവിന് അറിയാം. അതായത് ഈ ആനയെ നിനക്ക് തന്നിരിക്കുന്നു, വലിയ നന്മ തന്നിരിക്കുന്നു, അത് തന്നവനറിയാം അടുത്തതും ആവശ്യമാണെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. വലിയ നന്മ നിൻ്റെ കൈകളിലേക്ക് നിനക്ക് യാതൊരു അവകാശവുമില്ലാതെ, യാതൊരു മെറിറ്റുമില്ലാതെ വന്ന് കിട്ടിയിരിക്കുന്നു. നിൻ്റെ ജീവൻ മുതൽ ഇങ്ങോട്ടുള്ള നന്മകൾ, അത് നിൻ്റെ യോഗ്യത കൊണ്ട് കിട്ടിയതൊന്നുമല്ല.
അതിന് ബി ഗ്രേറ്റ്ഫുൾ. 2, ഈ വലിയ നന്മകൾ തന്നവൻ എൻ്റെ ബാക്കിയും കൂടെ നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറയുന്ന ഇതാണ്. നിനക്ക് ജീവൻ കിട്ടിയിട്ടുണ്ട്, ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവൻ തന്നവൻ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധിയും തരും എന്നുള്ള വലിയ ട്രസ്റ്റ് അത് നീ ഉണ്ടാകുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ, ആകുലതകൾ, ടെൻഷൻസ് കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് വരും. അത് നമ്മൾ പരിശീലിക്കേണ്ട ഒരു ആത്മീയ അഭ്യാസം തന്നെയായത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നന്ദി, ബി ഗ്രേറ്റ്ഫുൾ. 2, അതോടൊപ്പം ഈ വലിയ നന്മകൾ തന്നവൻ ഹീസ് വിത്ത് മീ, എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, എന്നോട് തന്നെയുള്ള ഓർമ്മപ്പെടുത്തല. ഫ്രാൻസിസ് പാപ്പ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഇത്രയും അനുഗ്രഹീതനായ ഒരു നേതാവുണ്ടോ? അദ്ദേഹം നേരത്തെ അർജൻറ്റീനയിൽ ബോനോസ് ഐറസിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനുണ്ടായിരുന്നു. വല്യപ്പനാണ്, മക്കളുടെ മക്കളുമായി. എന്നിട്ടും ജോലി ചെയ്യാൻ വരും, വീട് പുലർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. ഈ വല്യപ്പൻ അരമനയ്ക്കകത്തേക്ക് കിടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ ഈശോയേ എന്ന് വിളിക്കും. ഇത് പല ആവർത്തി കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ വല്യപ്പനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ എപ്പോഴും ഇങ്ങനെ മുക്കിന് ഇങ്ങനെ ഈശോയെ വിളിക്കുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ പിതാവേ, ഓരോ കാര്യങ്ങൾ ഓർത്തു നോക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരെത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ ഞാൻ ഈശോയെ വിളിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഈശോയും എൻ്റെ കൂടെയുണ്ടല്ലോ എൻ്റെ ഭാരങ്ങൾ എടുക്കാൻ. ടെൻഷൻസ്, ജീവിതത്തിൻ്റെ ആകുലതകൾ, ഉത്കണ്ഠകൾ മാറാൻ ക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തരുന്ന വഴിയായത്. ഏത്? നിനക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കൃപകളുണ്ട്, വലിയ നന്മകളുണ്ട്. അത് നിൻ്റെ ജീവൻ മുതലുള്ള വലിയ കൃപകൾ. അവയെ ഓർക്കുക, അതിന് നന്ദി, ബി ഗ്രേറ്റ്ഫുൾ. 2, ഈ വലിയ നന്മകൾ തന്നവൻ, നിനക്ക് യാതൊരു അവകാശവുമില്ലാതിരുന്നിട്ടും വലിയ നന്മകൾ തന്നവൻ നിൻ്റെ കൂടെ, നിൻ്റെ ഉള്ളിൽ, നിൻ്റെ ആന്തരിക സാന്നിധ്യമായിട്ടുണ്ട്. നിന്നിലെ ഡിവൈൻ പ്രസൻസ്, നിന്നിലെ ജീവൻ, ആ സാന്നിധ്യത്തെ ഓർക്കുക. തന്നവൻ, വലിയ നന്മ തന്നവൻ കൂടെയുണ്ട്. അതുകൊണ്ട് എന്താ ആകുലപ്പെടേണ്ട. വലുത് കിട്ടിയിരിക്കുന്നു, വലുത് തന്നവൻ തന്നെ കൂടെയുണ്ടെങ്കിൽ അവനെ വിശ്വസിക്കുക, ആശ്രയിക്കുക, നിന്നിലെ ദൈവ സാന്നിധ്യത്തെ. ജീവിതത്തിൻ്റെ ആകുലതകൾ കുറഞ്ഞു വരാനുള്ള ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന കുറുക്കു വഴിയാണ് ഇത്.